ക്രാബി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ക്രാബി നൈറ്റ് മാർക്കറ്റ് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ സൈഡിൽ തന്നെയാണ് എല്ലാ ഭാഗത്തേക്കുള്ള ചെറിയ ഷെയർ ഓട്ടോ. തായ്ലൻഡിൽ ഇതിന് പറയൽ ടുക് ടുക് എന്നാണ്. ഇതിൽ കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. തായ്ലൻഡിൽ ഞാൻ പറഞ്ഞപ്പോഴൊക്കെ നല്ലോണം അടിച്ചു മാറ്റണ, പിന്നെ എന്താ പറയുക, നല്ലോണം അർത്ഥ് വാങ്ങണേ അല്ലെങ്കിൽ ഒരുപാട് പൈസ വാങ്ങണ ടാക്സിക്കാരുണ്ടെങ്കിലും പക്ഷേ നല്ലൊരു ഉണ്ട്. നമ്മളിപ്പോൾ 40 ബാത്തിനാണ് എന്നെ ക്രാബി ടൗണിലേക്ക്, ക്രാബി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറക്കി തരാൻ വേണ്ടി പിന്നെ അവർ ചോദിച്ചത്. പക്ഷേ ഞാൻ അവിടെ എത്തി, ഞാൻ ചോദിച്ച് പിന്നെ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് തരുമെന്ന്. പക്ഷെ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കാൻ 20 ബാത്തിക്ക് ഡിസ്കൗണ്ട് തന്നു. വെറും 20 ബാത്തിന് തന്നെ പിന്നെ ക്രാബി ടൗണിൽ ഡ്രോപ്പ് ചെയ്തത്. മുത്തുമണിയാണ്. ഇവരെ എവിടെ കണ്ടാലും വിളിച്ചോളി, വില വേശിയൊന്നും വേണോ, അല്ല നല്ല നിലക്ക് തന്നെ ചോദിച്ചാൽ മതി, എന്തെങ്കിലും ഡിസ്കൗണ്ട് തരുമോ. എന്നൊരു ചെറിയ പൈസ വാങ്ങും, നല്ലോണം ചോദിച്ചാൽ തന്നെ ഒന്ന് തരികയും ചെയ്യും. നല്ല ആളാണ്. അപ്പോൾ പേരൊക്കെ മനസ്സിലായല്ലോ. പിന്നെ എൻ്റെ വണ്ടി കിട്ടുകയാണെങ്കിൽ പിന്നെ വിളിച്ചോളൂ, നല്ല ആളാണ്. ചങ്ങായിമാരെ, നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന അറിയോ, ക്രാബി നൈറ്റ് മാർക്കറ്റിലാണ്. നൈറ്റ് മാർക്കറ്റ് ശരിക്കും നൈറ്റ് കാണാനാണ് അതിൻ്റെ രസം. പക്ഷേ നമ്മൾ ലേശം നേരത്തെ എത്തി. എന്തായാലും സമയം കളയണ്ട, നമുക്ക് പിന്നെ അതൊക്കെ കയറി കാണാം. പക്ഷേ ഈ സമയം നമ്മളിവിടെ വെറുതെ വേസ്റ്റാക്കി കള്ളനാട്ടിൽ നല്ലത് നമ്മളിവിടെ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ ഉണ്ട്. രാത്രി കാണാൻ പറ്റിയ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് ക്രാബിയിൽ. നമുക്ക് എന്ത് ചെയ്യുക, അവിടെയൊക്കെ പോയിട്ട് കാണാം. ഇവിടെ ഈ ചെയറിലിരിക്കുന്നവരൊക്കെ ടാക്സി ഡ്രൈവർമാരാണ്. ബൈക്കുണ്ട്, പിന്നെ കാറുണ്ട്, പിന്നെ ഞാൻ നേരത്തെ നമ്മൾ വന്ന ടിക് ടിക് ഉണ്ട്. എല്ലാ ടാക്സി ഡ്രൈവർമാരും ഈ നൈറ്റ് മാർക്കറ്റിൻ്റെ ഫ്രണ്ട് തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മളെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഹോട്ടലിലേക്കോ മറ്റെവിടേക്കാണ് പോകേണ്ടത് എന്ന് അവരോട് പറഞ്ഞാൽ അവർ അവിടെ ഇറക്കി തരും. പിന്നെ പൊതുവെ ടൂറിസ്റ്റ് വരുന്ന ഏരിയയിൽ നല്ല പൈസ അധികമാണ്. ടാക്സിക്കാണെങ്കിലും സാധനങ്ങൾക്കാണെങ്കിലും ഒക്കെ വളരെ പൈസ അധികമാണ്. അപ്പോൾ ഓരോ സാധനം വാങ്ങുമ്പോഴും ശ്രദ്ധിച്ച് വാങ്ങുക. കുറച്ച് ഉള്ളേരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ റേറ്റ് കുറവിൽ നല്ല നല്ല സാധനങ്ങൾ കിട്ടാനുണ്ട്. പക്ഷേ ഇവരിവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ നിരത്തി വെച്ച് കാണുമ്പോൾ നമ്മളെന്ത് ചെയ്യും, അത് വാങ്ങിപ്പോവും. അതും കാരണം സാധനത്തിൻ്റെ ക്വാളിറ്റി സൂപ്പറാണ്. നല്ല ഒറിജിനൽ ലെതറിൻ്റെ ഐറ്റംസാണ് ഇവിടെ വെക്കുന്നത്. ലെതറിൻ്റെ ബെൽറ്റ്, ബാഗ് പിന്നെ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട് കേട്ടോ. വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. രണ്ടും ഉണ്ട്. തിരിച്ചറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓരെന്നെ പറഞ്ഞു തരുന്നുണ്ട്, ഇത് നല്ലതല്ല, ഇത് ഒറിജിനലാണ്, അതിന് കുറച്ച് വില കൂടുന്നൊക്കെ അവരെന്നെ പറയുന്നുണ്ട്. പിന്നെ ഈ ഏരിയയിൽ ഞാൻ കണ്ടത് വെച്ചിട്ട് പിന്നെന്താ പറയുക, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, ഡ്രസ്സ്, പിന്നെ അതുപോലെ ആഭരണങ്ങൾ, പിന്നെ ഫുഡ് ഐറ്റംസ് തുടങ്ങിയതൊക്കെ നമുക്ക് ഈ മാർക്കറ്റ് കിട്ടും. ഈ വീഡിയോ കണ്ട് അവസാനം വരെ കണ്ടാൽ മതി. വെറൈറ്റി തായ്ലൻഡിൻ്റെ സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി ഫുഡ് മുതൽ നല്ല മോഡേൺ ഡ്രസ്സ് വരെ. പിന്നെന്താ പറയുക, ഇവർക്കറിയാം ശരിക്കും ടൂറിസ്റ്റ് വരുന്ന ഏരിയയിൽ എന്താണ് ചിലവാകുക, എന്താണ് ടൂറിസ്റ്റ് നോക്കുന്നത്, അവരെന്താണ് വാങ്ങുക, അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഒരുവിടെ വിൽക്കാൻ വേണ്ടി വെച്ചത്. മാത്രമല്ല ഇവരെ പെരുമാറ്റം, ചില ആളുകളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ ഭയങ്കര നിഷ്കളങ്കരമായിട്ട് പെരുമാറി. നമ്മൾ ആ സാധനം വാങ്ങാൻ വേണ്ടി നമ്മൾ വിചാരിച്ചിട്ടും കൂടി ഉണ്ടാവില്ല. പക്ഷേ അവർ നമ്മളോട് സംസാരിച്ച് അതിൻ്റെ ക്വാളിറ്റിയും പിന്നെ ഗുണനിലവാരങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ട് അതുപോലോട് നമ്മളോട് വാങ്ങിപ്പിക്കും. നമ്മളറിയാണ്ട് വാങ്ങിപ്പോവും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങി കയ്യിൽ വെച്ച് അവസാനം കൊണ്ടുപോകാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്ക് വേണ്ടിയ അത്യാവശ്യം വേണ്ടിയ സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങലുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്രീ ആണ്. കുറഞ്ഞ ലഗേജ് ഉള്ളതുകൊണ്ട് നടക്കാനും എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് കാണാനും ഒക്കെ സുഖമാണ്. പക്ഷേ ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റാത്തതിലുള്ള ഒരു വിഷമവും അങ്ങനെ തന്നെ ഉണ്ട്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല ഡ്രസ്സുകൾ വാങ്ങാൻ പറ്റിയില്ല. നാട്ടിലേക്ക് കൊണ്ടുവരാൻ വിചാരിച്ച പല സാധനങ്ങളും എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. കാരണം ഞാൻ ഏകദേശം 1500 കിലോമീറ്ററോളം യാത്ര ചെയ്യുന്നുണ്ട്. പിന്നെ തായ്ലൻഡിൻ്റെ സൗത്ത് തായ്ലൻഡിൻ്റെ പല ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹോട്ടലിൽ നിന്ന് അടുത്ത ഹോട്ടലിലേക്ക് പോകുമ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു 1-2 സ്ഥലങ്ങളൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇവിടെ വന്നിട്ട് ആവശ്യമായിട്ടുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങിപ്പോകാൻ വളരെ സൗകര്യമാണ്. പിന്നെ എന്താ പറയുക, എവിടെ നോക്കിയാലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അവർ കാണിച്ചു തരുന്നുണ്ടോ, ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ കാണുമ്പോൾ വാങ്ങിപ്പോകും, സ്വാഭാവികമാണ്. പിന്നെ തായ്ലൻഡിൻ്റെ മിക്ക ഇതുപോലുള്ള നൈറ്റ് മാർക്കറ്റിൻ്റെ അവസ്ഥ രാത്രി ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞാൽ പുലർച്ചെ ആകുമ്പോഴേക്ക് വരും ഇതൊക്കെ പാക്ക് ചെയ്ത് ഇവിടുന്ന് കെട്ടി മാറ്റും. ഇങ്ങനൊരു സംഭവം ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വരെ പിന്നെ നമുക്ക് തോന്നില്ല. ആ ഒരു രീതിയിലേക്ക് തായ്ലൻഡിൻ്റെ പല മാർക്കറ്റും മാറും.
കാരണം രാത്രി സമയങ്ങളിൽ ഇതുപോലുള്ള കച്ചവടങ്ങളും രാവിലെ സാധാ പിന്നെ എന്താ പറയുക നാട്ടിലുള്ള പോലുള്ള ഷോപ്പുകളൊക്കെ തുറന്നിട്ടുള്ള വലിയ വലിയ കച്ചവടങ്ങളും ഉണ്ട്. രാത്രി ഇങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് വിൽക്കുന്ന ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഒരു സ്ട്രീറ്റ് പോലെ എന്താ പറയുക ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. ഇതുപോലെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു തെരുവ്, ഒരു നമ്മളെ മിഠായി തെരുവിനൊക്കെ പോലെയുള്ള ഒരു വലിയ തെരുവ്. അങ്ങനെ ഞാൻ തെരുവിലെ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് മുന്നോട്ട് നടന്ന് ഞാൻ അവസാനം വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അടുത്തുള്ള ഒരാളോട് ചോദിച്ചു, ഇവിടെ അടുത്തെവിടെയെങ്കിലും ഫുഡ് സ്ട്രീറ്റ് ഉണ്ടോ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ മതി, നല്ല അടിപൊളി ഫുഡ്, തായ്ലൻഡിൻ്റെ സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി ഫുഡ് അവിടെ കിട്ടും, അപ്പോൾ നേരെ വെച്ച് പിടിച്ചോ. അങ്ങനെ ഞാൻ ഫുഡ് സ്ട്രീറ്റിലേക്കാണ് നടന്നു പോകുന്നത്. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ്, അങ്ങോട്ടേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള കാഴ്ചകളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ എനിക്ക് വിശന്നാൽ ഞാൻ ഫുഡ് മാത്രം എവിടെ കിട്ടും നോക്കി നേരെ അങ്ങോട്ടാണ് വിടൽ. വെയ്മലുള്ള കാഴ്ചകളൊന്നും കാണലില്ല. ഇവിടെ എന്താണെന്നറിയില്ല, പക്ഷേ നമ്മൾ ആകർഷിക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ ഐറ്റംസുകളുണ്ട്. അതുകൊണ്ട് അതൊക്കെ കണ്ട് നടന്ന് ഇപ്പം നമ്മൾ ഫുഡ് സ്ട്രീറ്റിൻ്റെ ഏരിയയിലേക്ക് എത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഫുഡ് സ്ട്രീറ്റാണ്. ഇപ്പം നമ്മൾ വരുന്ന വഴിക്കുള്ളത് ഡ്രസ്സ്, അതുപോലെയുള്ള പിന്നെ നമ്മൾ ആഭരണങ്ങൾ, പിന്നെ പെയിൻറ്റിങ്, അങ്ങനെയുള്ള ഐറ്റംസാണ് വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റിയേ. ഇനി നമ്മളിവിടെ ചെന്ന് കാണുന്നത് ഈ ഒരു ഏരിയ ഫുള്ള് ഫുഡ് സ്ട്രീറ്റാണ്. ഇഷ്ടം പോലെ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. ഇവിടെ വന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം ഡൗട്ട് അടിക്കും, എന്തൊക്കെ കഴിക്കും, എന്തൊക്കെയാണ് നമ്മളിപ്പോൾ കഴിക്കുക. ഒരുപാട് വിഭവങ്ങളുണ്ട്, ഒക്കെ ടേസ്റ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ 1-2 ആയിട്ട് ചെറിയ ചെറിയ വിഭവങ്ങൾ വാങ്ങി ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ക്വാണ്ടിറ്റി കുറച്ച് ചെറിയ അളവിൽ ഒരുപാട് സാധനങ്ങൾ ടേസ്റ്റ് ചെയ്ത്. ചിലപ്പോൾ നമ്മളെ നാട്ടുകാർക്കൊന്നും തായ് ഫുഡ് ഇഷ്ടപ്പെടില്ല കേട്ടോ. കാരണം കാണാൻ വളരെ ഭംഗിയുള്ളതും പിന്നെ നമ്മുടെ ടേസ്റ്റൊന്നും ഒരുപാട് വ്യത്യസ്തത ഉള്ളതും ആയതുകൊണ്ടേ തായ് ഫുഡ് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. പിന്നെ ഇതുപോലെയുള്ള ഇളനീര് കാണാനും ഭംഗിയുണ്ട്, കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തായാലും നമുക്കും പറ്റും, കഴിക്കാൻ വേണ്ടി പറ്റും. വളരെ ടേസ്റ്റാണ്, ആർക്കും ഇഷ്ടപ്പെടും. പിന്നെ നാട്ടിലൊരു 100 രൂപയാണ് ഇവിടെ ഒരു ഇളനീരിൻ്റെ വില. തുടക്കത്തിൽ ഞാൻ തായ്ലാൻഡിൽ വന്നപ്പോൾ എനിക്ക് ഇവിടെയുള്ള ഫുഡുകളൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. കാരണം കൂറയും പ്രാണിയും ഒക്കെ വേവിച്ച് കഴിക്കും. പിന്നെ അതൊക്കെ ചുട്ടെടുക്കുമ്പോൾ ഒരു സ്മെല്ല് വരാനുണ്ട്. അത് തലക്ക് അങ്ങോട്ട് അടിച്ചിട്ട് ഛർദ്ദിക്കാൻ വരെ വരും. പിന്നെ സ്ഥിരമായിട്ട് ഇതൊക്കെ കണ്ട് പിന്നെ ഈ സ്മെല്ലൊക്കെ അടിച്ച് നമ്മളും അവരെപ്പോലൊക്കെ ആവും. പിന്നെ എത്ര ദിവസം എന്ന് വെച്ചിട്ടാണ് പച്ചിലകളും കാടൊക്കെ തിന്ന്. അവിടെ എന്ത് വാങ്ങിയാലും ഒരു പ്ലേറ്റ് കാടും കിട്ടും, അതിൻ്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡും കിട്ടും. അപ്പം കുറേ ദിവസം ഞാൻ പച്ചിലകളൊക്കെ കഴിച്ച്. പക്ഷേ ഞാൻ പച്ചിലകൾ തിന്നുന്നത് കണ്ട് ആ പശു കൂടി സഹിക്കൂല, അജാതി തീറ്റി കുറേ തിന്ന്. അവസാനം മടുത്തപ്പോൾ ഞാനിതുപോലുള്ള ഗ്രില്ല് ചെയ്തെടുക്കുന്ന ഐറ്റംസിലേക്ക് കടന്ന്. പിന്നെ ഇതൊക്കെ സ്ഥിരമായപ്പം എനിക്കൊരു പ്രശ്നമേ അല്ല, എന്തും കഴിക്കാം എന്നുള്ള രീതിയിലേക്ക് എത്തി. ഇപ്പം എനിക്ക് തായ് ഫുഡ് നല്ല ഇഷ്ടമാണ് കേട്ടോ. തായ് ഫുഡിലെ പല വിഭവങ്ങളും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ നോക്കി ഓർഡർ ചെയ്യലുണ്ട്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ചെമ്മീൻ ഇട്ടിട്ട് വലിയൊരു ചോറുണ്ടാക്കും, ചെമ്മീൻ ഫ്രൈഡ് റൈസ്, പൊളിയാണ്. പിന്നെ അതുപോലെ ഗ്രില്ല് ചെയ്തെടുത്ത ചിക്കനുകൾ, പിന്നെ ബീഫ് ഐറ്റംസ് ഉണ്ട്. മെയിൻ കാര്യപരിപാടി ഫുഡാണ്. തായ്ലാൻഡിൽ വരുന്ന വിനോദത്തിലെ പ്രധാനപ്പെട്ടൊരു സംഭവം ഫുഡ് കഴിക്കാനാണ്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള പല ജീവികളും ഇതൊക്കെ തിന്നുന്ന ഐറ്റംസ് ആണെന്നും ഇതിനൊക്കെ വലിയ വില ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് തായ്ലൻഡിൽ വന്നതിന് ശേഷമാണ്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കിട്ടി തൂക്കിയിട്ട സംഭവമൊക്കെ എന്താണ് എന്ന്. പിന്നെ ഫുഡ് സ്ട്രീറ്റിൻ്റെ സൈഡിൽ ഇതുപോലുള്ള കൊച്ചു പിള്ളേർ ടോയ്സുമായിട്ട് കളിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ വിചാരിക്കുക. പക്ഷേ ഇത് ഒരു ചെറിയ പരസ്യമാണ്. ഇവർ കളിക്കുന്നതോടൊപ്പം ഈ സാധനങ്ങൾ പോലും സെയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് അവരുടെ അടുത്ത് നിന്ന് വാങ്ങാം. പിന്നെ നമ്മുടെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അതെനിക്ക് വേണമെന്ന് പറയാനും അപ്പോൾ അങ്ങനെ കച്ചവടം നടക്കാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഡ്രസ്സ് ഐറ്റംസ് ഞാൻ പറഞ്ഞല്ലോ, മോഡേൺ ഡ്രസ്സ്, ഫുഡ് പിന്നെ ഒക്കെ കിട്ടുന്ന ഒരു തെരുവാണ് നമ്മുടെ ക്രാബി നൈറ്റ് മാർക്കറ്റ്. ഇത് നമ്മുടെ നാട്ടിലെ കക്കറച്ചിയാണെന്ന് തോന്നുന്നുണ്ട്, എരുന്തില്ലേ. ഇത് നമ്മൾ പഴംപൊരിക്ക് മാവ് കുഴക്കുന്ന പോലെയുള്ള മാവ് കുഴച്ചിട്ട് ഇത് അതിനകത്തേക്കിട്ട് ഈ കല്ലിൻ്റെ മുകളിൽ നിന്ന് ഇവർ ചൂടാക്കിയെടുക്കും. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ചൂടാക്കിയെടുത്ത് പൊരിച്ച് നമുക്ക് ഒരു ചെറിയ പ്ലേറ്റിലാക്കിയിട്ട് കഴിക്കാൻ വേണ്ടി തരും. ഇതിൽ കുറഞ്ഞ പീസ് ഒരു 5-6 പീസൊക്കെ ഉണ്ടാവും കേട്ടോ.
പിന്നെ ഫ്രൂട്ട്സ്, പല ഐറ്റംസ് ഫ്രൂട്ട്സുകളുണ്ട്. അടിപൊളി ദോശ. ഈ ദോശ ഉണ്ടാക്കുന്നത് ഞാൻ കുറേ സമയം കണ്ടെന്ന്. ഈ ചെക്കനൊരു പ്രത്യേക രീതിയിലാണ് ദോശ ഉണ്ടാക്കുന്നത്. അതിപ്പോൾ മനസ്സിലാവും. കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് ഞാൻ കുറേ സമയം ഇത് നോക്കിന്ന് അവൻ ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടി. പക്ഷേ ഇവിടുത്തെ ശ്രദ്ധിച്ചോ, ഓന് കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയിലാണ് ഉണ്ടാക്കുന്നത്. പണ്ട് ഒരു ദോശ മാവ് കഴിച്ച് ഞാൻ കണ്ടിട്ട് ഞാൻ അതോടുകൂടി ദോശ കഴിക്കുന്നത് നിർത്തിയതാണ്. ഇവർ കൈയൊക്കെ ഇട്ട് ഇളക്കി അതിനുള്ള മാവൊക്കെ കൊണ്ട് ശരിയാക്കുന്ന കണ്ടപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ദോശയൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ആ ഒരു രംഗമാണ് ഓർമ്മ വരിക. പക്ഷെ അവർ നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. മാവ് മിക്സാക്കിയൊക്കെ ഇവിടുന്ന് മിക്സാക്കി കൊണ്ടുവന്നതാണ്. എന്നാലും ഇപ്പോഴും ഗ്ലൗസൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല വൃത്തിയുണ്ട്. അതുകൊണ്ട് നമുക്ക് വാങ്ങിച്ച് കഴിക്കുക സന്തോഷത്തോടു കൂടി. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ പൊട്ടിച്ച് വയ്ക്കുന്നത് കാടമുട്ടാണ്. ചെറിയ കാടമുട്ട പൊട്ടിച്ച് വെച്ച് ഇതിലേക്ക് ഒരുപാട് സാധനം കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചെയ്യുന്നത് കാണാം നമുക്ക്. പിന്നെ 3-4 ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉള്ള സാധനങ്ങൾ കിട്ടും. 2-3 ഉണ്ടെങ്കിൽ പിന്നെ ഒരേ ടൈമിന് സാധനങ്ങൾ കിട്ടും. ഓരോന്നോരോന്ന് ചുട്ടെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാത്തിക്കേണ്ടി വരും. ഇത് പെട്ടെന്ന് കഴിയുന്നുണ്ട്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം ഈ കാര്യങ്ങളാണല്ലോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, അല്ല വൈകുന്നേരം തൊട്ട് രാവിലെ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രത്യേക മസാലക്കൂട്ടൊക്കെ അതിന് മുകളിൽ തേച്ച്, പിന്നെ എന്താണെന്ന് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. ഞാൻ നിങ്ങൾ കാണുന്ന മാതിരി, നിങ്ങൾ കാണുന്നത് പോലെ കാണുന്നുള്ളൂ. പിന്നെ കൂട്ടെന്താണെന്നോ അല്ലെ അതങ്ങനെ ഉണ്ടാക്കാമെന്നോ ഉള്ളതൊന്നും അറിയില്ല. പക്ഷേ കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല രസമുണ്ട്. കുഴപ്പമില്ല. പിന്നെ എല്ലാവർക്കും ഞാൻ ആദ്യം പറഞ്ഞല്ലോ, തായ് ഫുഡ് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. കാരണം ഒരു വ്യത്യാസമുണ്ട്. നമ്മളെ നാട്ടിലെ ഇപ്പോൾ ഫ്രൈ ചെയ്തതിനൊക്കെ നല്ല എരിവല്ല ഉണ്ടാകുക. ഇവിടെ ചിലപ്പോൾ പുളിയാണ് ഉണ്ടാകുക. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ ആ എരിവ് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ കഴിക്കുക. പക്ഷേ വായിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ പുളി ഉണ്ടാവും. പിന്നെ ഒരു മധുരവും പുളിയൊക്കെ കൂടിയ ഒരു ടേസ്റ്റിലാണ് മിക്ക ഫുഡുകളും ഉണ്ടാകുക. പിന്നെ സ്പൈസി ആയിട്ടുള്ളത് ഉണ്ട് കേട്ടോ. ഭയങ്കര സ്പൈസി ഉണ്ട്, നോർമൽ സ്പൈസി ഉണ്ട്, ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി, നമുക്ക് സ്പൈസി ആയിട്ട് വേണോ അല്ലെങ്കിൽ നോർമൽ സ്പൈസ് മതി എന്നൊക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ അതിനായിട്ട് ആ ഒരു ലെവലിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരും. ഇപ്പോൾ അതിനകത്തേക്കുള്ള മസാലക്കൂട്ടുകളൊക്കെ കൂട്ടി റോൾ ചെയ്യാണ്. ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ട് ഫുഡൊക്കെ നമ്മളെ നാട്ടിലും കൊടുക്കട്ടോ. പക്ഷെ ഒരുപാട് ആൾ വരും കാണാനും കഴിക്കാനും ഒക്കെ. കാരണം ഉണ്ടാക്കുന്നതിൽ തന്നെ ഒരു വ്യത്യസ്തത ഉണ്ട്. ഒരു പ്രത്യേക രീതിയിൽ, ഒരു പ്രത്യേക സ്റ്റൈലിൽ, ഒരു ഡിസൈനിലാണ് അവൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കാണാൻ തന്നെ ഒരു രസമാണ്. ഞാൻ കുറേ സമയം നോക്കിയിരുന്നു. പിന്നെ അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതൊന്ന് യൂട്യൂബിൽ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതിൽ വെക്കാം. കാരണം കാണൽ മാത്രമല്ല, ആർക്കെങ്കിലും ഇതുപോലത്തെ കച്ചവടങ്ങളൊക്കെ തുടങ്ങണമെങ്കിൽ ഒരു പ്രചോദനമാവട്ടെ. പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പോർക്കിൻ്റെ ഏരിയ ആണിത്. പന്നിയൊക്കെ കിട്ടും ഇവിടെ. ഭൂമിയിലുള്ള അത്രയധികം ജീവികളൊക്കെ തിന്നാൻ പറ്റുമെന്നുള്ള ഞാൻ മനസ്സിലാക്കിയത് തായ്ലൻഡിന് വന്നതിന് ശേഷമാണ്. പല സംഭവങ്ങളും ഓല് തിന്നുന്നത് കണ്ടാൽ നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കി വെക്കും. കാലക്രമേണ ഇതൊക്കെ കണ്ട് ശീലമാകുമ്പോൾ നമ്മളും ഇതൊക്കെ തിന്ന് പഠിക്കും. പിന്നെ ഒരു പ്രശ്നമില്ലാണ്ടാവും. ഇതിൻ്റെ ടേസ്റ്റ് നമ്മളും ആസ്വദിക്കും. 5 വർഷം മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ ഹോട്ടലിൽ കയറി ഞാനൊരു മീൻ വാങ്ങിച്ചിരുന്നു. ഇങ്ങനത്തെ മീൻ. ഇതിന് അന്ന് അവർ ചോദിച്ചത് 300 ബാത്താണ്. എന്ന് വെച്ചാൽ നാട്ടിലൊരു 750 റുപ്യ വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര വലിയൊരു മീൻ ഗ്രില്ല് ചെയ്ത് തരുമ്പോൾ 750 റുപ്യക്ക് നഷ്ടമൊന്നുമില്ല, പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ച് വാങ്ങി. അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസവും ഞാൻ ഇതേപോലെയുള്ള മീൻ കണ്ടപ്പോൾ വേറൊരു ഹോട്ടലിൽ കയറി പിന്നെ ഞാൻ മീൻ കഴിച്ച്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിനൊരു 250 ബാത്ത് അല്ലെങ്കിൽ ഒരു 300 ബാത്തൊക്കെ ഒരു വാങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഓലിനോട് ചോദിച്ചെത്രയാണെന്നറിയോ? 50 ബാത്ത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്നലെ കയറി ഹോട്ടലുകാരൻ എന്നെ പറ്റിച്ചതാണ്. ഓനോട് ഈ 50 ബാത്തിൻ്റെ മീൻ അന്ന് 300 ബാത്ത് വാങ്ങി. ഇതിന് ഇപ്പോഴും ഒരു വാങ്ങുന്നത് 150 ബാത്താണ്. 5 കൊല്ലം മുന്നേ നമ്മൾ 300 ബാത്ത് കൊടുത്ത് വാങ്ങിയ സാധനത്തിന് 120 ബാത്ത് കുറവാണ് ഇപ്പോൾ.